ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങൾ ഇതുവരെ മൈസൂറിലെ ദസറ ടൈം കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കുറച്ചെങ്കിലും കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങളിത് ദസറ സ്റ്റാർട്ടിങ് ടൈമിലാണ് മൈസൂറിൽ പോയിട്ടുള്ളത്. ഇത് നമ്മുടെ പാലസാണ് മൈസൂറിലെ. മുഴുവനും ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഇതിപ്പം ഞാൻ വണ്ടിയിൽ പോകുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. നമ്മൾ പോവുകയാണെങ്കിൽ വണ്ടി ഒരിടത്ത് പാർക്ക് ചെയ്തിട്ട് നടന്നിട്ട് തന്നെ എല്ലാം കാണണം. അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഒന്നും കൂടി പോയിട്ടുണ്ടായിരുന്നു. ഇത് ഞാനൊരു ആവശ്യത്തിന് വേണ്ടി പോയപ്പോൾ ഞങ്ങൾ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് ഒന്ന് വീഡിയോ ഷൂട്ട് ചെയ്തതേ ഉള്ളൂ. ഞങ്ങൾ ഇന്നലെ ഇത് കാണാൻ വേണ്ടിയിട്ട് തന്നെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അടിപൊളിയാണ് കേട്ടോ. അന്നേരം ഞങ്ങൾ ഇറങ്ങിയിട്ട് നടന്നിട്ടാണ് ഫ്ലവർ ഷോ. അതേപോലെ ഫുഡിന് വേണ്ടിയിട്ട് വേറെ തന്നെ ഒരു ഗ്രൗണ്ട് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പലതരം വെറൈറ്റീസുള്ള ബിരിയാണിയും അതേപോലെ ഒരുപാട് നല്ല ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് മൈസൂർ ദസറ കാഴ്ച. അധികം ആൾക്കാരും വരുന്നത് തന്നെ ഈ ലൈറ്റിംഗ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മൈസൂരിലെ ദസറൻ്റെ ടൈമിലെ ലൈറ്റിംഗ് കാണാൻ വേണ്ടിയിട്ടാണ് പുറത്തുനിന്ന് അധികം ആൾക്കാരും വരുന്നുള്ളത്. പിന്നെ പറയുകയാണെങ്കിൽ നല്ല ട്രാഫിക്കാണ്. കാറുകളാണെങ്കിലും എല്ലാ വണ്ടിയാണെങ്കിലും നിറയുണ്ട് റോട്ടിൽ. ഇതിപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ടിങ് ടൈം പോയതുകൊണ്ടാണ് ഇത്രയും വണ്ടി കാണാത്തത്. എനിക്കാണെങ്കിൽ നാട്ടിൽ നമ്മൾ ഉത്സവം അതേപോലെ ഉറൂസൊക്കെ ഉണ്ടാവില്ലേ, അതിനൊക്കെ പോയൊരു അനുഭൂതിയായിരുന്നു. ആ ഒരു സെയിം ഒരു എക്സ്പീരിയൻസ് ഉള്ളതുപോലെ തോന്നി. ഒരുപാട് ലൈറ്റിങ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ വീഡിയോ ഒക്കെ ചെയ്യുന്ന നിർത്തിയിട്ട് ഏകദേശം 1 വർഷമൊക്കെ ആവാനായി. അപ്പോൾ നിങ്ങളിൽ പലരും ഈ ഒരു ചാനൽ ഉണ്ടെന്ന് തന്നെ മറന്നു പോയിട്ടുണ്ടാവും. നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ ആണ് പറയുന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഇതേപോലെ രഥത്തിൻ്റെ ഷേപ്പിലും അതേപോലെ മനുഷ്യന്മാരുടെ ഷേപ്പിലും ഒക്കെ ലൈറ്റിങ്സ് ഉണ്ട്. ഇതേപോലെ റോഡ് സൈഡിൽ ഒരു ഫ്ലവർ കണക്കെയുള്ള ഒരു ഷേപ്പിലുള്ള ലൈറ്റ് ഉണ്ട്. അത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ ഇതേപോലെ റോഡിൻ്റെ സെൻട്രലായിട്ട് ചെയ്യുന്ന വർക്കുകളും അടിപൊളിയാണ്. പലതരത്തിലുള്ളതുണ്ട്. ഒരേ ഷേപ്പിലായിട്ടല്ല വരുന്നത്. പല റോഡിൽ പലതരത്തിലുള്ള ലൈറ്റിങ്സാണ് ഉള്ളത്. ഇതേപോലെ ഗോപുരത്തിൻ്റെ ടൈപ്പിലും പിന്നെ മനുഷ്യന്മാരുടെയും അങ്ങനെ പല ഷേപ്പിലുള്ള ലൈറ്റിങ്സാണ്. സത്യം പറഞ്ഞാൽ മൈസൂർ ടൗൺ മൊത്തം രാത്രി പകൽ പോലെ കാണാൻ പറ്റും. അത്രക്കും ലൈറ്റാണ്. മൈസൂർ മൊത്തം ലൈറ്റിംഗ് ആണ്. എല്ലാ റോഡിലും ലൈറ്റിങ്സ് ഇതേപോലെ ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ്. കാണേണ്ട കാഴ്ച തന്നെയാണ്. എല്ലാവരും ഒന്ന് കാണാത്തവരാണെങ്കിലും ഒന്ന് കണ്ടു നോക്കുക. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കൊട്ടാരമാണ്. കൊട്ടാരം മുഴുവനും ലേറ്റായിട്ട് കൊട്ടാരവും അങ്ങോട്ട് പോകുന്ന വഴിയും മുഴുവനും ലേറ്റ് ആയതുകൊണ്ടാണ്. ഞാനൊക്കെ ഇത് സിനിമയിലാണ് ഇങ്ങനെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഡയറക്റ്റ് കാണുമ്പോൾ നല്ല അടിപൊളിയാണ്. പിന്നെ ഈ കാണുന്ന ലൈറ്റൊക്കെ ഡയറക്റ്റ് കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു ഫീല് നമ്മുടെ ഫോണിൽ വീഡിയോയിലൂടെ കിട്ടുന്നില്ല കേട്ടോ. ശരിക്കും കാണുമ്പോൾ അടിപൊളിയാണ്. ആ ഒരു ഫീല് നമുക്ക് ഈ വീഡിയോയിലൂടെ ഫോട്ടോയിലൂടെ ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ അതെന്തായാലും ഡയറക്റ്റ് കണ്ടിട്ട് തന്നെ അറിയേണ്ടതാണ്. അപ്പോൾ എന്തായാലും ഇതുവരെ കാണാത്തവരൊന്നും പോയി കണ്ടു നോക്കുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബായ്. ഈ ഒരു കളറിലുള്ള ലൈറ്റൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും കണ്ടു നോക്കുക. ബായ്.